നമ്മളിപ്പോൾ ചില കോയിനുകളാണ് നമുക്കിപ്പോൾ പരിചയപ്പെടുത്തി തരുന്നത്. ഈ കോയിനൊക്കെ വാല്യൂഡ് ആണോ, അതായത് ഭാവിയിൽ വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കോയിൻസാണ്. ഇതിൽ പലതും ലീഗൽ, അതായത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും പൊതുവായിട്ടുള്ള ഒരു ചെറിയൊരു ജനറൽ നോളജാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഇത് പരമാവധി ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ഇതിപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് പരമാവധി കിട്ടുന്ന കോയിനൊക്കെ ഇതുപോലെ വാങ്ങിച്ചു വെക്കാൻ പറ്റുക. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ഒറിജിനൽ കോയിന് ചിലപ്പോൾ മിസ്സാവേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മളിപ്പോൾ ഒരു കാര്യമായിട്ട് പറയുകയാണ്, ഏകദേശം 150 രൂപയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള കോയിൻസുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പല ലെജിറ്റായിട്ടുള്ള സൈറ്റുകളും ഉണ്ട്. അതായത് നമ്മളിപ്പം ഇതിൽ കാണിക്കുന്ന ഡോഗി ടോക്കൺ ഉദാഹരണം പറയുകയാണെങ്കിൽ, അതായത് മറ്റേത് കോയിനും ഇത് ടോക്കണുമാണ്. അപ്പോൾ ഈ ടോക്കണും കോയിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ചിഹ്നം കാണുന്നുണ്ട് നിങ്ങളുടെ, ഇത് ഇതേറിയം ബേസായിട്ട് ഉണ്ടാക്കിയതാണ്. അതായത് ഒരു കോയിൻ ഉണ്ടാക്കുമ്പം സ്വന്തമായിട്ടൊരു ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കണം. അപ്പോൾ ആ ബ്ലോക്ക് ചെയിനാണ് ഇതേറിയം. ഒരു ബ്ലോക്ക് ചെയിൻ ആണ്, സ്വന്തമായിട്ടൊരു ബ്ലോക്ക് ചെയിനാണ് ഇതേറിയം. അപ്പോൾ ആ ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു കോയിൻ ഉണ്ടാക്കണമെങ്കിൽ ഇതേറിയത്തിൻ്റെ ബ്ലോക്ക് ചെയിൻ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കോയിൻ ഉണ്ടാക്കാൻ പറ്റും. അതായത് സ്വന്തമായിട്ടൊരു ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കാതെ തന്നെ ഇതിലിപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കോയിൻ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്ന കോയിൻ്റെ പേരാണ് ടോക്കൺസ്. അപ്പോൾ ഇതൊക്കെ അതിൽപ്പെട്ട ഓരോ ടോക്കൺസാണ്. അപ്പോൾ അങ്ങനെ ഇതേറിയത്തിൻ്റെ ബേസിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ടോക്കൺസാണ് ഈ എംബ്ലം ഇല്ലാതെ നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇത് ഭാവിയിൽ പല ടോക്കൺസും ചിലപ്പോൾ നല്ല ഗെറ്റപ്പൊക്കെ ഉള്ള ടീമാണെങ്കിൽ ആ ടോക്കൺസ് കോയിനാക്കിയിട്ട് അവർ കൺവേർട്ട് ചെയ്യും. അങ്ങനെ കാണുന്ന ചില കോയിൻസുകളാണ് നമ്മളെ കോയിൻ ബേസിലൊക്കെ കാണുന്ന ചില ഇതേറിയം ബേസ് ആയിട്ടുള്ളതും ബിറ്റ് കോയിൻ ബേസ് ആയിട്ടുള്ളതും ഒക്കെ ആയ ചില കോയിൻസുകൾ. അതായത് ബിറ്റ് കോയിനാണ് എല്ലാ കോയിൻസിൻ്റെയും ഒരു റോൾഡ് മോഡൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ കോയിൻസും ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊരു ജനറൽ നോളജിന് പോലെയാണ്. ഇത് പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിളിൽ ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഉദാഹരണം കാണിച്ചു തരാം, തെളിവോടെ കാണിച്ചു തരാം. അപ്പോൾ ഗൂഗിളിൽ നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് സെർച്ച് ചെയ്തിട്ടുണ്ട്, ഹൗ ടു മേക്ക് യുവർ ഓൺ ക്രിപ്റ്റോ. അതായത് ഓൺ ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു സൈറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിൽ നമുക്ക് ഫിനാൻസ് ബ്ലോക്ക് ചെയിനിൻ്റെ ബേസിൽ നമുക്കൊരു ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു ഹാഷൊക്കെ വേണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു കോൺടാക്റ്റ് അഡ്രസ്സൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, മൈ ടോക്കൺ നെയിം ഈസ് OP. ഇതൊരു ടോക്കൺ നെയിമാണ്. സാമ്പിൾ യോയോ, ഡെസിമൽ 8. ഡെസിമൽ 8. ഇതൊരു കോൺട്രാക്റ്റ്. അപ്പോൾ ഇതിന് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് $150. അപ്പോൾ ബിനാൻസ് ബേസിലായിട്ടുള്ള ഒരു കോയിന് നമുക്കവിടെ ഉണ്ടാക്കാൻ പറ്റും. അതിന് സൈൻ ഇൻ ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഉദാഹരണം മാത്രം കാണിച്ചു തന്നാണ്. അപ്പോൾ പരമാവധി പല സ്കാമിലും പെടാതിരിക്കാനും, അതായത് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇതേപോലെയുള്ള ഫേക്ക് ടോക്കൺസിന് ചെയ്യാതിരിക്കുക. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടോക്കൺസൊക്കെ വാങ്ങിയിടുക. ഭാവിയിൽ അത് ചിലപ്പോൾ ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ലീഗലായിട്ട് തന്നെ നമുക്ക് ആ കറൻസി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലെയുള്ള ടോക്കണുകളിൽ വലിയ വലിയ പൈസകൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഭാവിയിൽ അതൊരു കോയിനായിട്ട് ലോഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവിടെ കൂടുതൽ തട്ടിപ്പുകളും ഇപ്പം കണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഗൂഗിളിൽ ഇമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ കോപ്പിറൈറ്റൊക്കെ വരുമെന്ന് അറിയത്തില്ല. നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല. ഗൂഗിൾ ഇമേജിൽ ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പറ്റുമൊന്നും പ്രത്യേകിച്ചില്ല. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ ഒത്തിരി ലെജിറ്റായിട്ടുള്ള കുറേ സൈറ്റുകളുണ്ട്. പല ബ്ലോക്ക് ചെയിൻ ബേസായിട്ട് നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനൊക്കെ വലിയ വലിയ പ്രോഫിറ്റുള്ള ഒത്തിരി കമ്പനികൾ ഡിപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ ഇതിന് ക്രിപ്റ്റോ കറൻസി ആയിട്ട് അംഗീകരിക്കണമെങ്കിൽ അതിനൊരു
ഹെഡൊക്കെ ഉണ്ട്. നമ്മൾ ബിറ്റ് കോയിൻ പോലെയല്ല, അതിന് ഇപ്പോഴുള്ള കോയിൻസിനൊക്കെ അതിനൊരു കറൻസി ഹെഡൊക്കെ ഉണ്ട്. ആ ഹെഡിലൊക്കെ എത്രയോ കോടികൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊരു കോയിനായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോയിന് അതായത് ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവണം. പിന്നെ അത് ബൈ ആൻഡ് സെയിൽ നടക്കണം. അതായത് ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഒരു ക്രിപ്റ്റോ കറൻസിക്ക് അതായത് വാല്യൂ കൂടുക. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് കോയിന് ബേൺ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ അതായത് കീ ഇല്ലാത്ത ഒരു വാലറ്റിലേക്ക്, അതായത് കീ തുറന്നാൽ മാത്രമേ ക്രിപ്റ്റോ കറൻസിയുടെ ഇത് നമുക്ക് തുറന്നെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ കീ ഇല്ലാത്തൊരു വാലറ്റിലേക്ക്, അതായത് നമ്മളിപ്പോൾ ഒരു കോയിൻ ബേസ് അക്കൗണ്ടാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ, അതിൻ്റെ പാസ്വേഡും പിന്നെ അത് റീസൈക്കിൾ ചെയ്തെടുക്കേണ്ട കുറേ പാസ്വേഡും റീസൈക്കിൾ ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റെ മൊബൈൽ നമ്പറോ ഇമെയിൽ നമ്പറോ അങ്ങനെ എന്തെങ്കിലും വേണ്ട, എന്നാലേ നമുക്കത് ഫോർഗെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതും എല്ലാം നശിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ വാലറ്റിലേക്ക് കുറേ പൈസ സെൻഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ വാലറ്റിലേക്ക് അത്രയും പൈസ സെൻഡ് ചെയ്യുമ്പോൾ അത്രയും പൈസ അവിടെ ലോക്കാവും. അപ്പം ടോട്ടൽ സപ്ലൈയിൽ നിന്ന് ഇത് കുറയും. അപ്പോൾ കോയിൻസ് കുറയുമ്പോൾ അതിന് ഡിമാൻഡ് വർദ്ധിക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ബേണിംഗ് എന്ന് പറയുക, കോയിൻ ബേൺ ചെയ്യുക. അപ്പോൾ XRP ചെയ്യുന്ന പോലെ ഒത്തിരി പേർക്ക് കോയിൻ ഇങ്ങനെ കൊടുക്കുന്ന രീതിയിൽ ഒരു കോയിന് അധികം നിലനിൽപ്പില്ല. അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നിലനിൽപ്പില്ല. പക്ഷേ ഫ്രീ ആയിട്ട് നമ്മൾ കോയിൻ കൊടുക്കണം. കാരണം നമ്മളത് മാർക്കറ്റിൽ എത്തിയാൽ മാത്രമേ നമുക്കത് ഇങ്ങനെയൊരു കോയിൻ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പല ട്രേഡ് ചെയ്തതിനുള്ള വില കുറഞ്ഞ കോയിന് പോലും ബയ്യേഴ്സ് കുറവാണ്. അപ്പോൾ അതൊക്കെയാണ്, അതിൻ്റെ റേറ്റ് കൂടുന്നുമില്ല. അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. താങ്ക് യു.